പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മളോട് പറയാണ്, പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാവും. കർത്താവായ യേശു മിശിഹ പരീക്ഷിക്കപ്പെട്ടതുപോലെ അതിനേക്കാൾ കുറച്ചൊരു കൂടുതലായിട്ട് മനുഷ്യൻ ഇന്ന് പരീക്ഷിക്കപ്പെടും. അവൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. അവൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം വിദ്യജീവിക്കപ്പെടും. പ്രാർത്ഥന അവൻ എടുത്തു മാറ്റും. പക്ഷേ പ്രലോഭനങ്ങൾ അവനെ കീഴ്പ്പെടുത്തും. പക്ഷെ ഇതിനെല്ലാം അതിജീവിക്കാൻ കർത്താവ് പറയുന്നുണ്ട്, ഉണർന്ന് 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 പ്രാർത്ഥിക്കുക. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവനാമത്തെ വിളിക്കുക. ആര് കാണും, ആര് കേൾക്കുമെന്ന് വിചാരിക്കരുത്. കർത്താവ് നാമത്തെ വിളിച്ച് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 40-ാമത്തെ ലിഖിതം. സേ ലൂക്ക് ചാപ്റ്റർ 22:14. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല. കുറേ നാളുകളായി തടസ്സങ്ങളും ബന്ധനങ്ങളും എല്ലാം കൊണ്ട് ഒരു മേൽഗതിയില്ലാതെ തകർന്നിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ പിശാച് പറയും, നീ എന്തിനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യം? പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയതാണ്. ആ ശുശ്രൂഷ, ഈ ശുശ്രൂഷ, വചനം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അതാണ് പിശാചിൻ്റെ പരീക്ഷണം. അതിനെ നിങ്ങൾ അതിജീവിക്കണം. ഉണർന്ന് പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.